ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി യഥാർത്ഥത്തിൽ എത്രയോ കിലോമീറ്ററോളം ആൾക്കാർ ചെതറിപ്പോയി. അതായത് മലയിടുക്കുകളിലും മൺകൂമ്പാരങ്ങൾക്കിടയിലും വനാന്തരങ്ങളിലും ഒക്കെ ആൾക്കാർ അകപ്പെട്ടു. സന്തോഷ്, അതായത് ഇതുപോലുള്ള ഒരു ദുരന്തങ്ങൾ നേരിട്ട ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുള്ള അനുഭവം സന്തോഷമുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാൽ ഒരു നാട് ഒന്നടങ്കം ഒരു ദുരന്ത മുഖത്തേക്ക് പോകുന്നു. ഇപ്പം ഇവരെപ്പോലുള്ള ഉദ്യോഗസ്ഥർ സ്വന്തം ജീവനെക്കുറിച്ചല്ല അവരന്നേരം ചിന്തിച്ചത്, ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ചിന്തയാണ് അവരെ യഥാർത്ഥത്തിൽ നയിച്ചത്. ഇങ്ങനത്തെ ഒരു അനുഭവം യഥാർത്ഥത്തിൽ മറ്റുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിലപാട് പ്രകാരം സോഷ്യൽ ക്യാപിറ്റൽ, കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ മൂലധനത്തിൻ്റെ ഒരു മൂല്യം എങ്ങനെയാണ് സന്തോഷ് കാണുന്നത്? ഞാൻ ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം, ഞാൻ കുറച്ചു മുമ്പ് നടത്തിയ ഒരു ജപ്പാൻ യാത്രയിലുണ്ടായി. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. ജപ്പാൻ പല കാര്യങ്ങളിലും നമ്മളെക്കാൾ വളരെ മുന്നിലാണ്. ഞാൻ ടോക്കിയോയിൽ നിന്ന് ഫ്യുജി അഗ്നിപർവ്വതത്തിൻ്റെ ചുവട്ടിലേക്ക് പോവുകയാണ് ഒരു ബസ്സിൽ. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ആളുകളുമുണ്ട്. എൻ്റെ ഒപ്പം യാത്ര ചെയ്ത കുറച്ച് ആളുകളാണ്. ഹൈവേയിൽ ഒരിടത്ത് വെച്ച് ഈ ബസ് ഒരു ബ്ലോക്കിൽ പെടുന്നു. മുന്നിലോട്ടുള്ള വാഹനങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല, നിൽക്കുകയാണ്. 15-20 മിനിറ്റ് നേരത്തേക്ക് ഒരു ധാരണയുമില്ല എന്താണ് സംഭവിക്കുന്നത്. ഒരു വാഹനവും മുന്നോട്ട് പോകുന്നില്ല. ഹൈവേ ആണ്, ഒരു വശത്തേക്ക് മാത്രം പോകുന്ന റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. 15 മിനിറ്റ് കഴിയുമ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർ വാർത്ത മൊബൈൽ ഫോണിൽ കണ്ടിട്ട് പറയുന്നു, നമ്മുടെ 1 കിലോമീറ്റർ മുന്നിൽ 2 ബസ്സുകൾ തമ്മിൽ മുട്ടി അവിടെ അപകടം ഉണ്ടായിരിക്കുന്നു, നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു, അതാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഈ ബസ്സിൽ ഞങ്ങൾ 3 മണിക്കൂർ നേരം ആ ഹൈവേയിൽ കിടന്നു. ഈ 3 മണിക്കൂർ കിടന്നു കഴിഞ്ഞ് 2.5 മണിക്കൂർ കഴിയുമ്പോഴാണ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള ഫെസിലിറ്റികൾ ഈ ആക്സിഡൻറ്റ് നടന്നത്തേക്ക് പോകുന്നത്. ഒട്ടും എക്സൈറ്റഡ് അല്ല. ഈ കഥ ഞാൻ എൻ്റെ സഞ്ചാരം പരിപാടിയിൽ പറയാൻ വേണ്ടി രഹസ്യമായിട്ട് വെച്ചിരുന്നൊരു കഥയാണ്. ജപ്പാനിലെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ വിഷ്വൽസ് എൻ്റെ കയ്യിലുണ്ട്. ഇതിന് പ്രത്യേകിച്ച് റോയൽറ്റിയും തരാൻ ഉദ്ദേശിക്കുന്നത് അല്ല, ഇതിൻ്റെ ബാക്കി കൂടെ കേട്ടോളൂ. ഈ ബസ്സിനകത്ത് മലയാളികളാണ് ധാരാളം ഉള്ളത്. കാരണം എൻ്റെ ഒപ്പം യാത്ര ചെയ്ത ജപ്പാൻ കാണണമെന്ന ആഗ്രഹത്തോടെ പുറപ്പെട്ട കുറച്ച് ആളുകളാണ്. അപ്പം ഞങ്ങൾ ബസ്സിലിരുന്ന് പറയുന്നുണ്ട്, ഇത് നമ്മുടെ ഈ വാഹനങ്ങൾ ക്യൂ കിടക്കുന്ന ഏതാണ്ട് ഒരു 10-30 കിലോമീറ്റർ പുറകു വരെ വാഹനങ്ങളുടെ ക്യൂ ആയി. ജപ്പാനിലൊരു ഹൈവേ ആണ്, നമ്മൾ പ്രതീക്ഷിക്കണം. 3 മണിക്കൂറായപ്പോഴത്തേക്കും ഒരൊറ്റ മനുഷ്യൻ വണ്ടിയിൽ നിറങ്ങുന്നില്ല. ഈ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം, നിങ്ങൾ വണ്ടിക്കകത്തിരുന്നോണം, ഇങ്ങനൊരു ദുരന്തമുണ്ടായാൽ വാർത്ത കാണാം. ഞങ്ങൾക്ക് കാണാം, ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെയൊക്കെ 4-5 ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ പറക്കുന്നുണ്ട്. ഈ ആംബുലൻസ് വരാൻ ഇത്രയും സമയമെടുത്തു. ഇത് കഴിഞ്ഞ് 3 മണിക്കൂർ കഴിയുമ്പോൾ ഏതാനും വാഹനങ്ങളെ കടത്ത് വെട്ടി തുടങ്ങുന്നു. ഞങ്ങൾ ഒരു 3/4 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ ഈ ആക്സിഡൻറ്റ് ഉണ്ടായ സംഭവം എന്താണെന്ന് കാണുന്നു. ഒരു ബസ്സിൻ്റെ പിന്നിൽ മറ്റൊരു ബസ് പോയി ചെറുതായൊന്ന് തട്ടി എന്നതാണ് സംഭവിച്ചത്. ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ വാഹനത്തിൽ പുറകെ കിടക്കുന്നവരെല്ലാം കൂടെ ഇറങ്ങി ചെല്ലും, ആ ബസ് തള്ളി സൈഡിലേക്ക് മാറ്റിയിടും, 10 മിനിറ്റകം വഴി ക്ലിയർ ചെയ്യും. ഈ ഞങ്ങൾ കടന്നു പോകുമ്പോഴും ഈ ബസ്സിലെ യാത്രക്കാരായി അപകടം പറ്റിയ ബസ്സിലെ യാത്രക്കാർ വഴിയരികിൽ ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ആംബുലൻസ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. അവിടെ വെച്ച് ഞങ്ങൾ പറഞ്ഞു, ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താണ് സംഭവിക്കുക? 10 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യേണ്ട ഇഷ്യൂ. അപ്പോൾ ടെക്നോളജിയുടെ അങ്ങേയറ്റം എന്നുള്ളതല്ല ഒരു നാടിൻ്റെ വിജയം, മനുഷ്യത്വത്തിൻ്റെ അങ്ങേയറ്റം എന്നുള്ളതാണെന്ന്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രായോഗിക ബുദ്ധിയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്നുള്ള ബോധം, അത് ഒരു സംശയം വേണ്ട, നമ്മുടെ നാട് ലോകത്തിൻ്റെ നെറുകയിൽ തന്നെയാണെന്ന് എനിക്ക്